ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐസ് ഇവിടെ ദേ ചക്കരയും ഉമ്മയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ ഉമ്മാനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ കുട്ടികളൊപ്പം പുറത്തു കൂടി നടക്കാൻ പോണതൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്ത് വീഡിയോയോ? കർക്കിടത്തിൽ ചിങ്ങത്തിൽ ഒന്നല്ലമ്മ സംഭവം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പുറത്തു കൂടെയൊക്കെ ഓരോ ആവശ്യങ്ങളായിട്ട് പോവല്ലേ. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൊമോഷനും വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കർക്കിടം ഒന്ന് 4 അല്ലേ? പിന്നെന്താ കർക്കിടക 4, 5 ഒക്കെ അത് ശരി. ഇല്ലല്ല, നമ്മൾ ഓരോ തിരക്കിൽ പെട്ടിട്ട് എടുക്കണത്. അപ്പോൾ വിട്ടുപോണത് എന്നല്ല, തിരക്കിൽ പെട്ടിട്ട് എടുക്കാൻ സമയം കിട്ടാനായിട്ടാണ്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഡെയിലി വീഡിയോ ഇടും. വീഡിയോ ആരൊക്കെയോ 1-2 ആൾക്കാരൊക്കെ പറഞ്ഞു ഡെയിലി വീഡിയോ ഇട്ടൂടെ, മുടങ്ങാതെ ഇട്ടൂടെ എന്നൊക്കെ ഇടണം. എന്താ കമന്റ് കണ്ടത്? നിങ്ങൾ കമന്റ് കണ്ടത് എന്താ കണ്ടത്? കമന്റിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് ചക്കറിനെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് നാട്ടിൽ പോയിക്കോളൂ ഗൈസ്. അത് വേറെ ആരോ ചോദിച്ചു എനിക്ക് ചക്കറിനെ വിട്ടേക്കാൻ താല്പര്യം ഇല്ലായിട്ടാണോ, പിന്നെ ചക്കനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. അങ്ങനെയൊന്നും ആരും ചോദിച്ചിട്ടില്ല, അത് ഞാൻ കയ്യിൽ നിട്ടതാണ്. അല്ലേ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം അങ്ങനെ ചോദിച്ചോ ആൾക്കാര്. അത് നിങ്ങളുടെ കമന്റ് ആവുന്നാല് അല്ലേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗൈസ്, നമുക്ക് ശരിക്കും അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു വന്ന കാര്യം. അതായത് വീഡിയോ ഇടാൻ സമയം കറക്റ്റ് ഇടാൻ കിട്ടാത്ത കാര്യം ഞാൻ പറഞ്ഞില്ല. പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രൊമോഷൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വ്ലോഗ് ഇടാനുള്ള നേരം ഉണ്ടാവില്ല. അതൊന്നാമത്തെ കേസ്. അതേ സംഭവം, അതേ നാണയത്തിന്റെ മറ്റൊരു സൈഡാണ് എന്ത്, ചക്കരനെ ഇവിടെ നിർത്തിയിട്ട് പോകണില്ലേന്ന് ചോദിച്ച കാര്യം. അതായത് പ്രൊമോഷൻ എടുക്കുമ്പോൾ നമ്മൾ 2 ആളും വേണം വീഡിയോ എടുക്കാൻ, മനസ്സിലായില്ല. അപ്പോൾ ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ നടക്കില്ല. അതായത് നമ്മൾ ആ വീഡിയോ ചെയ്യണത് അതല്ല ഞാൻ പറഞ്ഞോട്ടെ. വീഡിയോ എടുക്കുമ്പോഴേമാ 2 ആളും പാടെ ഉണ്ടെങ്കിലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ വീഡിയോ എടുക്കണം. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കല്, എഡിറ്റ് ചെയ്യല്, അതിന്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കല്, എല്ലാ കാര്യങ്ങളും. പിന്നെ ചക്കരയെ ഞാനും അഭിനയിക്കാനും 2 ആളും വേണം. അപ്പോൾ ഞാൻ എവിടെയും ചക്കര എവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇന്നും ഉണ്ട് പ്രൊമോഷൻ വീഡിയോ, ഇന്നലെ ഉണ്ട്, മിനിഞ്ഞാന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും എല്ലാ ദിവസവും പ്രൊമോഷൻ വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് 2 ആളെ 2 തലക്കിലായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ എനിക്കിപ്പോൾ കഴിഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ നാട്ടിൽ പോയി വന്നില്ലേ ചക്കരനോട് നിർത്തിയിട്ട്. അന്ന് എനിക്ക് പ്രൊമോഷൻ വർക്കുകളൊക്കെ ഉള്ളതൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പോയത്. അന്ന് വരെ വർക്കുകൾ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വർക്കുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വ്ളോഗ് മാത്രമല്ല പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്താക്കണേ നമുക്ക് അതിനും കൂടി ഉള്ളൊരു ഇൻകം നമുക്ക് കിട്ടുന്നത്. എന്ത് അതെ, നമുക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒപ്പിക്കണ്ടേ. അപ്പൊ അതിന് നമ്മൾ തന്നെ നോക്കണ്ടേ. മാർഗം പലത് ലക്ഷ്യം ഒന്നെന്ന് പറഞ്ഞ പോലെ. എന്ത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൂ ഇങ്ങനെ പരാതിയില്ലേ? എന്താണ് അങ്ങനെ അല്ല, അതിപ്പോ ആൾക്കാർ ആണുങ്ങളെ കെട്ടിയിട്ട് കൊണ്ടിരിക്കുക. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ആരൊക്കെ പറഞ്ഞു അല്ലേ കൊറേ ആൾക്കാർ എന്ത് കണ്ണൂരിന്നൊരു ചങ്ങായി കൊണ്ടിട്ടുണ്ടേ. അപ്പൊ പിന്നെ ആരാ പറഞ്ഞത് എന്നോട്? ആരോ 2 ആള് പറഞ്ഞു അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എന്നാ ആ പറഞ്ഞ ആൾക്കാര് വെളുപ്പിക്കാൻ പറഞ്ഞതാവൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിന്ന് എന്താ പ്രശ്നം? എന്താ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രശ്നമില്ലല്ലോ. അല്ല ഞാൻ ചോദിക്കണ വെച്ചാൽ ഈ നമ്മുടെ ഈ മതപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാം. ഒന്നുമില്ലല്ലോ. ഇല്ല, അല്ല എനിക്കറിയാം. ചോദിച്ചാണ് ഗൈസ്, എനിക്കല്ല അതിനെ പറ്റിയിട്ട് അറിയാൻ മേലാണ്ട് ഞാൻ ചോദിച്ചാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ ആയാലും ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണില്ലേ, അതേപോലെ ഇപ്പൊ ഭർത്താവിന് കുറച്ച് ദിവസം ഭാര്യ വീട്ടിൽ നിന്നാല് പ്രശ്നമുണ്ടെന്ന് നിനക്ക്. അതിപ്പോ അവനാന്റെ വീട്, അതിപ്പോ ഭാര്യന്റെ വീട് അവനാന്റെ വീട് പോലെ, ഭാര്യന്റെ പെരക്കാരെ അവനാന്റെ പെരക്കാരെ പോലെ കണ്ടാൽ തീർന്ന പ്രശ്നമുള്ളൂ. അത് അല്ലാതെ ഇന്റെ ഉമ്മ എന്റെ ഉമ്മ അല്ലെങ്കിൽ ഇന്റെ വാപ്പ എന്റെ വാപ്പ, ഇന്റെ പേര എന്റെ പേര, അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോഴാണ് ഞാന് നീ എന്നുള്ളൊരു വേർതിരിവ് അവിടെ വരുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അല്ലേ? ആ ഒരു ചിന്താഗതി അതെ തൊലഞ്ഞു. ഞാന് നീ എന്നുള്ള വേർതിരിവ് വന്നാല് പോയി, അവിടെ 2 രണ്ടായി. ഇത് അന്റേതാണ്, ഇത് ഓളതാണ്, ഇത് നമ്മുടേത്. ഇപ്പൊ കുട്ടീന്റെ കാര്യം പറയുമ്പോ പറയുമല്ലോ നമ്മളത് അല്ലേ. അപ്പൊ പിന്നെ മറ്റേക്കൊക്കെ എന്താ നമുക്ക് പറഞ്ഞുള്ള പ്രശ്നം അല്ലേ? അപ്പൊ ഉമ്മ എന്ന് പറയുമ്പോ
അല്ല ഞാനിപ്പോ ഇവിടെ ഉമ്മാനെ ഉമ്മാന്ന് തന്നെ വിളിക്കണത്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്താലും ഉപ്പാനെ വിളിക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഉപ്പാന്ന് തന്നെയാണ് വിളിക്കണത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ശരിക്കും മാമാ മാമിന്ന് വിളിക്കും. അല്ല മാമാന്ന് മാമിന്ന് വിളിക്കും. ഈ ഞങ്ങള് പണ്ടിന്റെ എന്താ വിളിച്ചത് അമ്മായിന്നോ? ഉമ്മാന്ന് ഉമ്മ തന്നെ വിളിച്ചത് ഞാൻ. അങ്ങനെയല്ല, അത് കല്യാണം കഴിച്ചതിന്റെ മുമ്പ് എന്നെ എന്താ വിളിച്ചത് അമ്മായിന്നോ? ഇല്ല. അതായത് നമ്മളെ നാട്ടില് ഭാര്യ ഭർത്താവിന്റെ ഉപ്പാനെ ഉമ്മാനെ വിളിക്കണത് മാമ മാമിന്ന് വിളിക്കും. അങ്ങനെയല്ല നമ്മളെ അമ്മായിന്ന് വിളിച്ചത്. അമ്മായിന്ന് നിങ്ങൾ വിളിക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ നാട്ടില് ഭാര്യ ഭർത്താവിന്റെ വാപ്പാനെ ഉമ്മാനെ മാമ മാമിന്ന് വിളിക്കും. തിരിച്ചും അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യന്റെ ഉമ്മാനെ വാപ്പാനെ മാമ മാമിന്ന് വിളിക്കും. ഇനി അതേപോലെ തന്നെ പരിചയമില്ലാത്ത ഒരാള് നമ്മുടെ ഉമ്മാൻ്റെയൊക്കെ പ്രായമുണ്ട്, അല്ലെങ്കിൽ ഉമ്മാനേക്കാളും കുറച്ചുകൂടി പ്രായമുള്ള ഒരാൾ പരിചയമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ മാമിന്ന് തന്നെ വിളിക്കുള്ളൂ. നമ്മൾ മാമിന്ന് തന്നെയാണ് നമ്മൾ വിളിക്കണത്. അല്ലെങ്കിൽ ഒരു കടയിൽ പോകുമ്പോൾ ഒരു സാധനം വാങ്ങിയാൽ മാമ അന്ന സാധനം ഉണ്ടോ നമ്മൾ ചോദിക്കും. അതായത് ആ ഒരു പ്രായത്തിന് ബഹുമാനിക്കുന്ന സംഭവമാണ് ആ ഒരു സാഹചര്യത്തില്. ഇത്താത്തേ അല്ല അപ്പൊ പാലക്കാട് ഇത്താത്തല്ല, അത് ഇതാ ദാദി ഇതൊക്കെ ഏത് മൂത്തച്ഛിനെ ഇതാ. ഓക്കെ വാട്ട് എവർ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും മനസ്സിലായില്ലേ? ഞങ്ങളുടെ വൈക്ക് ഇത്താത്താന്ന് പറയാം. ഞങ്ങളുടെ വൈക്ക് ഇത്താത്താന്ന് അറിയാം. താത്ത അങ്ങനെയാണ്. അപ്പൊ എന്തായാലും അവനാന്റെ ഭാര്യന്റെ അങ്ങനെ ഭാഷ ഉണ്ടാവുകയും അങ്ങനെ ഉണ്ട്. ഉണ്ടോ ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് പറഞ്ഞു തന്നത് എന്താ പറയാന്നറിയോ? ഇജ്ജിന്ന് പറയില്ല, പിന്നെന്താ ഇജ്ജിന്ന് പറയും. ആ ഇജ്ജിന്ന് ഇപ്പോഴും ഞാൻ പറയട്ടോ. ഇവിടെ എല്ലാരും ഇജ്ജ് കുജ്ജെന്ന് മജ്ജെന്നൊക്കെ തന്നെ പറയുന്നേ. എല്ലാരും ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറയണേ. ചിലരുടെ ഭാഷ മാറി, ഇംഗ്ലീഷ് വരുമ്പോ ഇംഗ്ലീഷ് വരുമ്പോ മാറി. അമേരിക്ക ഇംഗ്ലീഷ് വരുമ്പോ നീന്നാവും. മനസ്സിലായില്ലേ? അത് മലയാളത്തിലല്ല. നീ പറഞ്ഞ മലയാളല്ലേ, ഇംഗ്ലീഷാണ്. നീ മലയാളം. ചിലപ്പോ ആൾക്കാരെ കാണുമ്പോ ചില പെണ്ണുങ്ങളെ ഭാഷയെ മാറും. അതുവരെ ഇജ്ജ് കുജ്ജ് എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങൾ പിന്നെ ഇംഗ്ലീഷ് അച്ചടി ഭാഷ നീന്നാണ്. നീന്നല്ല ഇജ്ജ്. അച്ചടി ഭാഷ നീന്നാണ് അല്ലേ? അച്ചടി ഭാഷ നീ, ഞാൻ, വരിക, പോവുക, ഇങ്ങനെ പറയണേ. മനസ്സിലായില്ലേ? ശരിക്കും കേരളത്തിൽ അച്ചടി ഭാഷ സംസാരിക്കുന്ന ജില്ലക്കാരാ. എന്ത് വള്ളുവനാട്? ഏത് വള്ളുവനാട്? എന്ത് ഗൂഗിള്? ഒരു ഗൂഗിളും ഇല്ല. ഏതാ കേരളത്തിൽ അച്ചടി ഭാഷ സംസാരിക്കണ ഇതേതാ സ്ഥലം? ഏതാ കേരളത്തിലേ അച്ചടി മലയാളം സംസാരിക്കണ ജില്ലക്കാരേതാണ്? അച്ചടി ഭാഷ സംസാരിക്കണ അച്ചശ്ശേരിക്കാരാണ്. കറക്റ്റ് മലയാളം പറഞ്ഞ ആരെന്താ ചോദിച്ചേ? അറിയാം. വള്ളുവനാടൻ ഭാഷയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കമന്റ് ബോക്സ് പറയും കേരളത്തിൽ ആരാണ് അച്ചടി ഭാഷ സംസാരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. സത്യസന്ധമായി നമ്മൾ ഒരു ഭാഷേനെ ഒരു ജില്ലക്കാരെയും കളിയാക്കിയിട്ടൊന്നുമല്ല. ഇനിയിപ്പോൾ ഞാൻ കൊല്ലത്തുള്ള ആളാണ്, ഞങ്ങളുടെ ഭാഷയാണ് അച്ചടി ഭാഷയെന്ന് ഞാൻ സമ്മതിക്കുമോ അല്ലെങ്കിൽ ഞാൻ അവകാശവാദം പറയുമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പറയും. അതായത് എനിക്ക് പല കാഴ്ചപ്പാടാവും. നിങ്ങൾ ആദ്യം അഭിപ്രായം പറയും. അതായത് നമ്മളെ വീഡിയോ കാണുന്ന പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരുണ്ടാവും, ഗൾഫിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, പല സ്ഥലത്തുണ്ടാവും. അപ്പോൾ കേരളത്തിൽ ഏത് സ്ഥലത്തുള്ളവരാണ് കൃത്യമായിട്ട് മലയാളം പറയണത് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് നമുക്ക് നോക്കി നോക്കാം. എന്ത് അത് ഈ മലയാളികളിൽ ഇപ്പോൾ മലയാളം സംസാരിക്കുള്ളൂ, അല്ലാതെ ഹിന്ദിക്കാരെ സംസാരിക്കുമോ? ഓക്കെ. അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവനൻ്റെ വീട്ടുകാരെ പോലെ തന്നെ എന്ത് ചെയ്യാം, ഭാര്യന്റെ വീട്ടുകാരെ എല്ലാവരും കാണുക. നമ്മുടെ ഈ ഭാഷയിലെ പാലക്കാട് പിന്നെന്താ? അല്ല നമ്മുടെ വർത്താനം പോലെ അല്ല ഒരു വർത്താനം. എന്താണ്ടോ ഉണ്ണിയേ, എന്താണ്ടാ പാലക്കാട്ട്. പിന്നെ നമ്മളെ ഇത് വൈക്ക് ഇഡ്ഡലി പറയും. ഇഡ്ഡലി ചുണ്ടനലി. ഇഡ്ഡലി പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മള് താഴത്തെ പാറ്റപ്പരയ്ക്ക് പോകുമ്പോ ഇടവഴിയില്ലേ, അതിനാണ് ഇഡ്ഡലി പറയാൻ. പണ്ട് നമ്മൾ ഈ തിന്നണ സാധനം ഇല്ലേ രാവിലെ സാമ്പാർ ഒഴിച്ചിട്ട്, അതെന്താ സാധനം? അത് ഇഡ്ഡലി, ഇത് ഇഡ്ഡലി. പടച്ചറബേ എന്തൊക്കെ ഭാഷാ വ്യത്യാസങ്ങളല്ലേ. അത് വേണമെങ്കിൽ നമുക്ക് മുന്നേ നമ്മളെ വ്ലോഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
പാലക്കാടും കൊല്ലം, അതായത് രണ്ട് സ്ഥലത്തുള്ള പിന്നെന്താണ് അവിടെ ഭാഷാ സ്ലാങ് വ്യത്യാസം. അവിടെ എന്താ പറയാ പാലക്കാട് ചന്ത്. എന്ത് ചന്ത് ചന്ത്? ആ ഓ ജസ്റ്റ് മിസ്. ഗൂഗിളിനോട് ചോദിച്ച അച്ചടി ഭാഷ ചോദിക്കണ ഡിസ്ട്രിക്ട് എന്താ പറഞ്ഞു നോക്കട്ടെ. ഗൂഗിള് നീല വരട്ടിക്കണുണ്ടോ? ഓ കേരളത്തിൽ അച്ചടി ഭാഷ സംസാരിക്കുന്ന ഒരൊറ്റ ജില്ലയുമില്ല. ആളെ ആദരയില്ല. അയ്യോ ഗൂഗിൾ ഇപ്പൊ അങ്ങനെയാ പറഞ്ഞത്. അല്ല ഗൂഗിൾ പറഞ്ഞില്ല കേരളത്തിൽ മലയാളം പറയുന്ന ആൾക്കാരുള്ളൂന്ന്. മലയാളം പല രീതി ഉണ്ടല്ലോ. ഗൂഗിള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ല എന്നാണ്. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ കാണുന്നവര് പറയട്ടെ ഏതൊക്കെ ഉണ്ട് നമുക്ക് നോക്കി. കണ്ണൂര് വേറെ ഭാഷ, കണ്ണൂര് വേറെ ഭാഷയാണ്, കാസർഗോഡ് വേറെ ഭാഷ, ചാവക്കാട് വേറെ ഭാഷ, തൃശ്ശൂര് വേറെ, കൊല്ലം വേറെ, എറണാകുളം വേറെ, ഒക്കെ വേറെ വേറെ ഭാഷ. തിരുവനന്തപുരം കൊല്ലൊക്കെ ഒരു ഭാഷ. തൃശ്ശൂരിനാണ് വിട്ടാ നിങ്ങളുടെ ഭാഷകൾ വേറെ. തൃശ്ശൂരിന്ന് വിട്ടാല് പറയാൻ പറ്റില്ല. കോട്ടയം ഭാഷയൊക്കെ നമ്മളെ പറ്റി വ്യത്യാസമുണ്ട്. എറണാകുളം ഭാഷ കോട്ടയം ഭാഷയൊക്കെ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. കോട്ടയം ഭാഷയൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കൂടുതലും ഈ ക്രിസ്ത്യൻസ് അച്ചായൻസിന്റെ ഒക്കെ ഏരിയ ആണല്ലോ. അവിടെയൊക്കെ എന്നാ ഉവേ എന്നതാടാ ഉവേ ഇങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കണത്. നമ്മളിപ്പോ ഈ നോർമലി എന്താണ് വിശേഷം എന്ന് ചോദിക്കണേന് എന്നാ ഉണ്ടാവുക വിശേഷം ഇങ്ങനെയാണ് കോട്ടയംകാരൊക്കെ ചോദിക്കണത്. എനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെയാണ്. കുറച്ച് കോട്ടയത്ത് സുഹൃത്തുക്കൾ കാര്യങ്ങൾ പരിചയക്കാരൊക്കെ ഉള്ളതിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കോട്ടയത്ത് സംസാരിക്കണത്. പിന്നെ കുറച്ചെന്നുള്ളതിന് ഇച്ചിരി അങ്ങനെ പറയുള്ളൂ. ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടാൽ അടിപൊളിയാവും എന്നൊക്കെ പറയും അവര്. ലേസം എന്ത് ശകലം ചകരം ഉപ്പും കൂടി ഇട്ടാല് റെഡിയായി അറിയും അല്ലേ. എന്ത് നമ്മുടെ ജില്ലയാണ് ഞാൻ പറഞ്ഞില്ലല്ലോ ചക്കര. ഇനി ഞാൻ പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞോ ഞങ്ങളുടെ ജില്ലയാണ് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ. ഇത് നിന്റെ വീട്ടിലൊക്കെ സംഭവം നിന്റെ വീട്ടിലാണോ ചോദിച്ചിട്ട് പിന്നെ മത്സരിക്കരുത്. ഏത് ജയിച്ച ആള് പോണെന്ന് അമ്മ പറഞ്ഞു. അതായത് സ്പെയിൻ കപ്പടിച്ചപ്പോ നമ്മുടെ നാട്ടില് സ്പെയിൻ ആകെ ഉണ്ടായിരുന്ന ഒരു ഫാൻസ് നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ ആളെ പോയപ്പോഴാണ് ഉമ്മ പറഞ്ഞത് സ്പെയിൻ ജയിച്ച ആള് പോണെന്ന്. പക്ഷെ ഉമ്മാന്റെ പാർട്ടി ഏതായിരുന്നു ടീം? വാമോസ് അർജുൻ എന്നാണ് ഉമ്മ ഇവിടെ കിടന്ന് ഫൈനൽ വരെ ഉമ്മ ഇവിടെ മിസ്സി അലേഹ പറഞ്ഞ പോലെ മിഷി. എന്തായാലും ഉമ്മാക്ക് ടീം കപ്പടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ കപ്പ് കിട്ടാത്തതുകൊണ്ട് ഉമ്മാക്ക് ഭയങ്കര വിഷമത്തിനാണ്. പേടിക്കണ്ട, കഴിഞ്ഞ കൊല്ലം കപ്പ് കിട്ടിയില്ലേ അതുപോലെ. ഇപ്പൊ അടുത്ത ആൾക്കാർ വീണ്ടും എടുത്തോട്ടെ. അതെ മാറി എടുക്കട്ടെ. അതെ വേറുള്ളൊരു ഭരിക്കുന്ന പാർട്ടി അത്. അടുത്ത വേൾഡ് കപ്പ് വീണ്ടും അർജുൻ എടുക്കട്ടെ അമ്മ. ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചപ്പോ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോ എന്താണ് 6 ഭാഷ 100 ദേശം അങ്ങനെ എന്തോ പറയില്ലേ? 6 ഭാഷ 100 ദേശം എന്നൊക്കെ പറഞ്ഞു. കാക്കു ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ ഈ തൃക്കടേരിയില് പറയുന്ന ഭാഷയല്ല കോതൃശ്ശി എത്തുമ്പോ വരിക. സ്ലാങ് മാറും. അങ്ങനെയാണ് എന്താ നിങ്ങള് വർത്താനം പറയുന്ന പോലെയാണ് ഇപ്പൊ അപ്പുറത്തെ ചേച്ചി വർത്താനം പറയുന്നത്. ഞാൻ ശരിക്കും എന്റെ ഒരു കാഴ്ചയിൽ ഞാൻ പറയട്ടെ, ഈ ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന സ്ഥലം മലബാർ സൈഡ് അല്ലേ? പാലക്കാട് മലബാർ സൈഡ് അല്ലേ? വള്ളവനാട് സൈഡ് അല്ലല്ലോ, മലബാർ സൈഡ് അല്ലേ? അപ്പൊ നിങ്ങളുടെ ഭാഷ ശരിക്കും മലപ്പുറം സ്ലാങ്ങിനോട് അനുബന്ധിച്ചുള്ള ഭാഷയാണ്. നമ്മളതിന് ചെറുപ്പശ്ശേരി എത്തിയിട്ടില്ല കാക്കു. ചെറുപ്പശ്ശേരി എത്തണ്ട, ഇവിടുന്ന് ബസ് കയറി എത്തിക്കോളി, അതിന്റെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ അതല്ലാന്ന്. നിങ്ങളുടെ ഭാഷ ശരിക്കും വെച്ച് കഴിഞ്ഞാല് മലപ്പുറം ടച്ച് ഭാഷയാണ്. പാലക്കാട് ഭാഷ ഇങ്ങനെയല്ല. പാലക്കാട് ഭാഷ എന്ന് പറയുമ്പോ നമ്മുടെ പട്ടിക്കാട്, മുണ്ടൂര്, മറ്റേ പറളി ആ സൈഡൊക്കെ അല്ലേ പാലക്കാട് ഭാഷ. പാലക്കാട്ടിൽ നിന്ന് വന്ന എന്റെ കുടിക്കാരിനെ കളിയാക്കും. എന്തെന്ന് ഭാഷ പറയും അങ്ങനെ. നിങ്ങൾ ആരെയും ഭാഷ പാലക്കാട് ഭാഷയല്ല, ഇതൊക്കെ മലപ്പുറം ഭാഷ. പക്ഷെ ഇവിടെ തന്നെ നമ്മളോടൊപ്പം സഹായിക്കുന്ന അവിടെ ഉള്ള ചെക്കന്മാരുണ്ടല്ലോ, അവർ ചില ആൾക്കാര് വേറെ സ്ലാങ് ആണ് പറയുന്നത്. അങ്ങനെ വ്യത്യാസമുണ്ട്. വള്ളുവനാടൻ ഭാഷയാണ് അവര് പറയുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? ഏത് നാട്ടിൽ പോയാലും കാക്കകളൊക്കെ കരയണത് ഒരേ സ്ലാങ്ങിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഭാഷ ഏതോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ,
അവനവൻ പറയണ കാര്യം മറ്റൊരാൾക്ക് മനസ്സിലായാൽ മതി, അത്രേ ഉള്ളൂ. മനസ്സിലായാ മതി. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ അടിത്തറയാണ് ഭാഷ എന്ന് പറയണത്. അപ്പോൾ അതിനിപ്പോൾ സ്ലാങ് മാറിയാലും ഭാഷ ഒന്നാണല്ലോ. പിന്നെ ഇപ്പം തന്നെ ഹിന്ദിയും തമിഴും തെലുങ്കും ഒന്നും അല്ലല്ലോ, മലയാളം തന്നെ അല്ലേ. ഓക്കെ, അപ്പം എന്നാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ആയിരുന്നു. കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തതാണ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കോമൺ ആയിട്ട് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ കുറേ കാട് കയറി പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താഴത്തെ വീട്ടിൽ പോയില്ലേ നിങ്ങൾ? പോലുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 1-2 വീഡിയോസിൽ ആരൊക്കെ ചോദിച്ചു ചക്കരൻ്റെ PCOD മാറിയോ, എന്തായി, പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊന്നും ഒരു വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചക്കരൻ്റെ PCOD ഇപ്പോൾ എങ്ങനെയുണ്ട്, എന്തായി എന്നുള്ളതൊക്കെ നമുക്ക് അതൊരു അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ നിലവിലെ അപ്ഡേഷന് കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിന് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ നമുക്ക് ഉണ്ടായ ഒരു ടൈം ലൈൻ വേണമെങ്കിൽ നമ്മളത് ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ തന്നെ ഓൾറെഡി വീഡിയോ 10-15-16 മിനിറ്റ് ആയി. അപ്പോൾ അതൊരു അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ ടാറ്റാ, ബൈ.